Okay, all of you take page number 190. 190ാമത്തെ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക. Indian Constitution guarantees certain basic rights to all its citizens. These rights are known as fundamental rights. All Indians are equal before law. Every citizen has the right to equality, liberty, justice and fraternity. നമ്മൾ പറഞ്ഞു എന്താ, ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് അല്ലേ, ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സെക്കുലർ കൺട്രി ആണെന്ന് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ came into force on 26th January 1950 അല്ലേ. സോ എവറി ഇയർ January 26 we celebrated as Republic Day, isn't it? പറഞ്ഞല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ദ ഗവൺമെന്റ്. എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല്? സെറ്റ് ഓഫ് റൂൾസ് ഫോർ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് വേണ്ടിയില്ല, ഗവൺമെന്റിന്റെ ഒരു കൂട്ടം നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാ. അപ്പൊ അത് നിലവിൽ വന്ന എപ്പോഴാ? 1950 ജനുവരി 26 അല്ലേ. യെസ്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസമാണ് നമ്മൾ എന്തായി ആഘോഷിക്കുക? January 26 എന്തായി ആഘോഷിക്കുക? റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുന്നത്. ഇനി ഇവിടെ പറയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി സർട്ടൈൻ ബേസിക് റൈറ്റ്സ് ടു ഓൾ സിറ്റിസൺസ്. നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറെ റൈറ്റ്സ് തരുന്നുണ്ട് അല്ലേ, കുറെ അവകാശങ്ങൾ തരുന്നുണ്ട്. നമുക്കറിയാം എന്താ, നമുക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. വോട്ട്, ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് 18 years old, ദാറ്റ് പേഴ്സൺ മസ്റ്റ് ഹാവ് റൈറ്റ് ടു വോട്ട് അല്ലേ. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ഇല്ലേ. പിന്നെ റൈറ്റ് ടു റിലീജിയൻ, നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ന് നമ്മൾ ഹിന്ദു ആയാൽ നാളെ നമുക്ക് വേണമെങ്കിൽ വേറൊരു മതം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചൂസ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. റൈറ്റ് ടു റിലീജിയൻ, റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് റൈറ്റ്സ്, അവകാശങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നുണ്ട്. മനസ്സിലായോ? Indian Constitution guarantees certain basic rights to all citizens. These rights are known as fundamental rights. ഇതിനെന്താ പറയുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ലോസിന് നമ്മൾ എന്താ, റൈറ്റ്സിന് നമ്മൾ എന്താ പറയാ? ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാല്? മനുഷ്യ അവകാശങ്ങൾ അല്ലെ. മനുഷ്യന് കുറെ അവകാശങ്ങളുണ്ട്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് സർട്ടൈൻ rights. These rights are known as fundamental rights. Right to religion, പിന്നെ right to equality, right to justice, then fraternity. These are included in fundamental rights, isn't it? Got it? മനസ്സിലായോ? എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാല്? എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സ്? അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് certain basic rights അല്ലെ to all Indian citizens. These rights are known as fundamental rights. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കൂട്ടം അവകാശങ്ങളാണ് ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. താഴെ ഇക്വാലിറ്റി മീൻസ് all opportunities for all the people. There should be no discrimination on the basis of caste, race, religion or gender. The equality എന്ന് പറഞ്ഞാല്, what is the meaning of equality? The equality എന്ന് പറഞ്ഞാല്, equality എന്ന് പറഞ്ഞാല് all people are equal before law അല്ലെ. all people are equal, അതിനാണ് നമ്മൾ എന്ത് പറയാ? ഇക്വാലിറ്റി എന്ന് പറയാം. എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണ് അല്ലെ. അത് ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഒരുപാട് പണമുള്ള ആളാവട്ടെ, ഒന്നുമില്ലാത്തൊരു ദരിദ്രനാകട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, എല്ലാവരും എന്താണ്? എല്ലാവർക്കും ഒരേ അധികാരം. all people are equal. That is known as equality. മനസ്സിലായോ? എന്താ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാല്? What is the meaning of equality? All people are equal. പറഞ്ഞേ. Equality means all people are equal. Equal opportunity for all the people. എല്ലാ ജനങ്ങൾക്കും, എല്ലാ വ്യക്തികൾക്കും, എല്ലാ മനുഷ്യന്മാർക്കും എന്ത് ചെയ്യാ? ഒരേപോലെ അവസരങ്ങൾ കൊടുക്കുക. ഓപ്പർച്യൂണിറ്റി ഈക്വൽ ആയി കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്വാലിറ്റി എന്ന് പറയാം. ഇക്വാലിറ്റി മീൻസ് all people are equal before law. all people are equal. all എന്താ അവിടെ ദേവപ്രിയ? ഇക്വാലിറ്റി മീൻസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ ദ പീപ്പിൾ. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിനാണ് നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് വൺ ലിബർട്ടി. എന്താ ലിബർട്ടി എന്ന് പറഞ്ഞാല്? എന്താ ലിബർട്ടി എന്ന് പറഞ്ഞാല്? ലിബർട്ടി എന്ന് മലയാളത്തിൽ പറഞ്ഞാല് സ്വാതന്ത്ര്യം എന്ന് പറയും അല്ലെ. ലിബർട്ടി എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യം. ലിബർട്ടി മീൻസ് എവറി ഇന്ത്യൻ ഈസ് ഫ്രീ ടു ഫോളോ എനി റിലീജിയൻ he or he wants to. എന്താ ലിബർട്ടി എന്ന് പറഞ്ഞാൽ അറിയോ?
എവരി ഇന്ത്യൻ ഈസ് ഫ്രീ ടു ഫോളോ എനി റിലീജിയൻ. നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള മതം ഫോളോ ചെയ്യാം. അതിനാണ് നമ്മൾ എന്ത് പറയാ? ലിബർട്ടി എന്ന് പറയാം. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാല് ഓൾ പീപ്പിൾ ആർ ഈക്വൽ അല്ലെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ പീപ്പിൾ, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അവസരങ്ങൾ കൊടുക്കാം. ലിബർട്ടി എന്ന് പറഞ്ഞാല് റൈറ്റ് ടു ചൂസ് അവർ റിലീജിയൻ, റൈറ്റ് ടു ഫോളോ അവർ റിലീജിയൻ, നമുക്ക് ഇഷ്ടമുള്ള മതം സെലക്ട് ചെയ്യാനുള്ളത്. അതായത് ഇന്ന് ഞാൻ ഹിന്ദു ആണെങ്കിൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ് എന്താ, എനിക്ക് ഷെഫിയോടെ പോയിട്ട് ക്രിസ്ത്യാനി ആകാൻ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? ഷെഫിയുടെ കൂടെ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, ക്രിസ്ത്യൻ എന്ന റിലീജിയൻ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. നാളെ വീണ്ടും എനിക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വീണ്ടും എനിക്ക് എന്റെ ഹിന്ദു മതത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എന്റെ മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലിബർട്ടി എന്ന് പറയാം. മനസ്സിലായോ? Then everyone has the right to express herself himself freely. നമുക്ക് സ്വന്തമായ നമ്മുടെ റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള അവകാശം. നെക്സ്റ്റ് വൺ, ജസ്റ്റിസ്. എന്താ ജസ്റ്റിസ് എന്ന് പറഞ്ഞാല്? എന്താ ജസ്റ്റിസ് എന്ന് പറഞ്ഞാല്? ജസ്റ്റിസ് മീൻസ് ഓൾ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ലോ ആൻഡ് എൻജോയ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. എന്താ പറഞ്ഞേ? ജസ്റ്റിസ് എന്ന് പറഞ്ഞാല് ഓൾ പീപ്പിൾ ആർ ഈക്വൽ ബിഫോർ ലോ, നിയമത്തിന് മുന്നില് എല്ലാവരും ഒരുപോലെയാണ് അല്ലെ. ഇപ്പം ഒരു മോഷണ കേസാവട്ടെ അല്ലെങ്കിൽ അടിപിടി കേസാവട്ടെ, എന്തെങ്കിലും ഒരു കേസാവട്ടെ, അതിന് പണിഷ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലെ. ഒരു വലിയ പണമുള്ള ഒരു വീട്ടിലെ ആളും മോഷ്ടിച്ചു, പാവപ്പെട്ട ഞാനും മോഷ്ടിച്ചാല് ശിക്ഷ രണ്ടുപേർക്കും ഒരുപോലെയാണ് അല്ലെ. അല്ലേ? പണമുള്ളവനെ വെറുതെ വിടുവോ? വിടാൻ പാടുണ്ടോ? പണമുള്ളവനാണ്, ഒരുപാട് സ്വത്തുള്ളവനാണ്, അവനെ വെറുതെ വിട്ടേക്കാന്ന് ഗവൺമെന്റ് വിചാരിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ ആൻഡ്രോസെ? പാടില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാല് എല്ലാവർക്കും ശിക്ഷ ഒരുപോലെയാണ്, പണിഷ്മെന്റ് ഒരുപോലെയാണ്. നിയമത്തിന് മുന്നില് ഞാനും ആരോണും ഒരേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തുമ്പം എനിക്കും ആരോണിനും ഉള്ള പണിഷ്മെന്റ് ഒരുപോലെ ആയിരിക്കും അല്ലെ. അല്ലെ? എന്നെ ശിക്ഷിച്ചിട്ട് ആരോണിനെ വെറുതെ വിടാൻ പാടുണ്ടോ? ഞാനും ആരോണും കൂടെ ഒരു തെറ്റ് ചെയ്താൽ എന്നെ മാത്രം ശിക്ഷിച്ചിട്ട് ആരോണിനെ വെറുതെ വിടാൻ പാടുണ്ടോ? പാടില്ല അല്ലെ. അപ്പൊ എല്ലാവരും ഒരുപോലെ, ഈക്വൽ ബിഫോർ ലോ, ദാറ്റ് ഈസ് ജസ്റ്റിസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ജസ്റ്റിസ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ലാസ്റ്റ് വൺ, ഫ്രറ്റേണിറ്റി. ലാസ്റ്റ് വൺ, ഫ്രറ്റേണിറ്റി. എന്താ ഫ്രറ്റേണിറ്റി നോക്കാം. ഫ്രറ്റേണിറ്റി പ്രൊമോട്ട്സ് യൂണിറ്റി എമംഗസ്റ്റ് പീപ്പിൾ. ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിറ്റി ബിറ്റ്വീൻ പീപ്പിൾ മേക്ക് എ കൺട്രി സ്ട്രോങ്. നമുക്കറിയാം നമ്മുടെ കൺട്രി സ്ട്രോങ് ആവണമെങ്കിൽ എന്ത് വേണം? ഫ്രണ്ട്ഷിപ്പ് വേണം, യൂണിറ്റി വേണം അല്ലെ. നല്ല ഫ്രണ്ട്ഷിപ്പ് യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൺട്രി എപ്പോഴും സ്ട്രോങ് ആയിരിക്കുള്ളൂ. എപ്പോഴും അടിയും പിടിയും വഴക്കാണെങ്കിൽ കൺട്രിക്ക് ഒരു ഇതുണ്ടോ? സ്ട്രോങ് ആണോ? അല്ല, വീക്ക് ആയിരിക്കും. ഇപ്പൊ ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാല് ഫ്രണ്ട്ഷിപ്പ്, യൂണിറ്റി, എല്ലാവരും തമ്മിലുള്ള ഐക്യത്തെയാണ് നമ്മൾ ഫ്രറ്റേണിറ്റി എന്ന് പറയാം. അപ്പൊ നോക്ക, എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാല്? അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഗ്രൂപ്പ് ഓഫ് റൂൾസ് അല്ലെ, rules അല്ല, basic rights. These rights are known as fundamental rights. All Indians are equal before law. Every citizen has the right to equality, liberty, justice and fraternity. നമുക്ക് എന്തെല്ലാം അവകാശമുണ്ട്? ഇക്വാലിറ്റിക്കുള്ള അവകാശമുണ്ട്, ലിബർട്ടിക്കുള്ള അവകാശമുണ്ട്, ജസ്റ്റിസിനുണ്ട്, ഫ്രറ്റേണിറ്റിക്ക് ഉണ്ട് അല്ലെ. എന്താ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാല്? ഇക്വാലിറ്റി മീൻസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ പീപ്പിൾ. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അവസരങ്ങൾ കൊടുക്കാം അല്ലെ. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ? പഠിക്കാനുള്ള അവസരം എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? ഇല്ല, എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? ഇപ്പൊ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങള് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഇക്വാലിറ്റി എന്ന് പറയാം. രണ്ടാമത്തത് ലിബർട്ടി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? എവരി ഇന്ത്യൻ ഈസ് ഫ്രീ ടു ഫോളോ എനി റിലീജിയൻ. നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശത്തെയാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ ദേവപ്രിയ? ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം. മൂന്നാമത്തത് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ബിഫോർ ലോ. ഓൾ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ തെറ്റ് ചെയ്താല് അല്ലെങ്കിൽ നമ്മൾ ഒരു നിയമത്തിന്റെ മുന്നിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാല് എല്ലാവരും ഒരുപോലെയാണ്. അവിടെ എന്തില്ല? റിച്ച് എന്നോ പൂവർ എന്നോ എഡ്യൂക്കേറ്റഡ് എന്നോ അൺഎഡ്യൂക്കേറ്റഡ് എന്നോ അല്ലെങ്കിൽ എന്താ വൈറ്റ് എന്നോ ബ്ലാക്ക് എന്നോ അല്ലെങ്കിൽ
man എന്നോ ലേഡി എന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസം പാടില്ല. All citizens are equal. That is known as justice. Last one is fraternity. Fraternity means friendship or unity. Okay. മനസ്സിലായോ? Have any doubt, anybody? Anybody have any doubt? No. എന്നാ അടുത്ത ചെയ്തോ, match the columns. Doubt ഇല്ല എങ്കിൽ match the column ചെയ്യാം. Match the column. അല്ല പോയിട്ട് വന്നോ അല്ല? Okay. Then match the column. Page number 191. 191ാമത്തെ പേജിലെ match the column എടുക്കുക. Column A, Independence Day, Republic Day, Constitution of India, Sovereign, Fundamental Rights. Column B, power to make laws independently, Constituent Assembly, 15th August, basic rights of citizens, 26th January. ഒന്നാമത്തെ Independence Day. Independence Day. എന്താ ഷെഫി? ഷെഫീനെ ഞാനിന് ഷാജൻ എന്ന് വിളിക്കാം കേട്ടോ. ഷാജൻ എന്ന് വിളിക്കും, പേര് മാറ്റിയില്ല എങ്കിൽ. എന്താ ഷെഫി? 15th August. ഓക്കെ, 15th August. Independence Day 15th August. മാച്ച് ചെയ്തോ? Independence Day മാച്ച് വിത്ത് 15th August. Second one, Republic Day. When we celebrate the Republic Day? 26th January. അല്ലേ? 26th January. Republic Day 26th January. മൂന്നാമത്തെ Constitution of India. Constitution of India. എന്താ Constitution of India? പറ മക്കളെ. Constitution of India. Constituent Assembly. Constitution of India match with the Constituent Assembly. Constitution of India match with the Constituent Assembly. Next one, Sovereign. Sovereign. ആരാണ്? Power to make laws independently. Yes. Independent. Power to make laws independently. എന്താ sovereign എന്ന് പറഞ്ഞാല് നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം അല്ലെ? ലാസ്റ്റ് വൺ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ബേസിക് റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്. ജനങ്ങൾക്കുള്ള റൈറ്റ്സ്, അവകാശങ്ങളാണ് നമ്മൾ എന്ത് പറയാ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ അല്ലെ? അപ്പം ഇൻഡിപെൻഡൻസ് ഡേ 15th August, Republic Day 26th January, Constitution of India, Constituent Assembly, Sovereign, power to make laws independently, fundamental rights, basic rights of citizens. First question, what is a constitution? What is a constitution? Answer these questions. The first one,
What is a constitution? എഴുതാ. A constitution is a constitution is a constitution is a set of rules, a set of rules is a set of rules for the government, for the government, set of rules for the government which regulate which regulate which regulate the way which regulate the way in which a country in which a country in which a country is to be governed, is to be governed. governed. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. What do you mean by sovereign and democratic? എന്താ sovereign and democratic എന്ന് പറഞ്ഞാല്? എഴുതാ. sovereign എന്ന് പറഞ്ഞാൽ എന്താ എഴുതാ? sovereign means SOVEREIGN. sovereign means that the country, that sovereign means that the country has the power. Sovereign means that the country has the power to make laws, to make laws independently, laws independently. Full stop. Democratic means the democratic എന്ന് പറഞ്ഞാല് democratic means നമ്മൾ പറഞ്ഞില്ലേ വോട്ട് ചെയ്യാം അല്ലേ? democratic means that all the people of the country, all the people of the country have, all the people of the country have the right to choose their representatives, right to choose their representatives, right to choose their representatives to form the government, form the government by voting. വോട്ട് ചെയ്തിട്ട് ജനങ്ങളെ നമ്മുടെ റെപ്രസെന്റേറ്റീവ് നമ്മൾ തെരഞ്ഞെടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയാ? ഡെമോക്രാറ്റിക് എന്ന് പറയാ അല്ലെ? ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മള് വോട്ട് ചെയ്ത് നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കാം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്താ, നമ്മൾ തന്നെയാണ് വോട്ട് ചെയ്തിട്ട് നമ്മുടെ ഗവൺമെന്റിനെ സെലക്ട് ചെയ്യുക. അതിനാണ് നമ്മൾ ഡെമോക്രാറ്റിക് എന്ന് പറയാം. സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ടു മേക്ക് ലോസ് ഇൻഡിപെൻഡന്റ്ലി, നിയമങ്ങൾ ഉണ്ടാക്കുക അല്ലെ? നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് നമ്മള് എന്ത് പറയാ? സോവറിൻ എന്ന് പറയാം. Then third question, what is meant by liberty? എന്താ ലിബർട്ടി എന്ന് പറഞ്ഞാല്? What is meant by liberty?
എഴുതാ. ലിബർട്ടി മീൻസ് നമ്മൾ പറഞ്ഞു എന്താ മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലെ. ലിബർട്ടി മീൻസ് that every Indian has the freedom to follow whichever religion ഇഷ്ടമുള്ള മതം സെലക്ട് ചെയ്യാനുള്ള അവകാശം. whichever religion he or she അവനായാലും അവളായാലും അല്ലെ. he or she wants to നമുക്ക് ഇഷ്ടമുള്ള മതം സെലക്ട് ചെയ്യാനുള്ള അവകാശം. Also the right to express herself or himself freely. അവനോ അവൾക്കോ സ്വയം തീരുമാനിക്കാം അല്ലെ. himself freely. Next, fourth one. What does fraternity mean in the Constitution of India? ഇന്ത്യൻ ഭരണഘടനയിലെ ഫ്രറ്റേണിറ്റി എന്ന വാക്കിന് എന്താണ് അർത്ഥം? ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എഴുതാ. In the Constitution of India, fraternity means F-R-A-T-E-R-N-I-T-Y. Fraternity means the feeling of friendship. The feeling of friendship and unity between different groups of people. തെറ്റിക്കാതെ എഴുതണം മക്കളെ.
എന്താ കുഞ്ഞാറ്റ എന്താ കൃപ നീ എവിടെ പണി? കൃപാമേരി, വാട്ട് ആർ യു ഡൂയിങ് ദർ? എന്താ അവിടെ പരിപാടി? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാ എഴുതേണ്ടത്. ആ ഓക്കെ. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. ആൻഡ്രോസ് എഴുതി കഴിഞ്ഞോ? പെട്ടെന്ന് എഴുത്. ആരോൺ എഴുതി കഴിഞ്ഞോ മോനെ? ആരോൺ അജിത്, ആരോൺ കെ അജിത് മോനെ എഴുതി കഴിഞ്ഞോ? ആൻമരി ആൻഡ്രോസ് എഴുതിയോ? ആദിദേവ്, ദേവാഞ്ജന, കൃപാമേരി, ആൻഡ്രോസ്, നാളെ ചിലപ്പോ സോഷ്യലിന്റെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഡെന്നി സാറ് പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങളെ? ഡെന്നി സാർ ചിലപ്പോ ലീവ് ആയിരിക്കും. ഡെന്നി സാർ ലീവ് ആണെങ്കിൽ ആ പീരീഡിൽ സോഷ്യൽ ആയിരിക്കും കേട്ടോ. സോഷ്യലിന്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. സാറ് ചിലപ്പോ ലീവ് ആയിരിക്കും. ലീവ് ആണെങ്കിൽ സോഷ്യൽ ആയിരിക്കും. ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. മക്കളെ എക്സാം ആയി, മറക്കരുത്, പഠിക്കണേ.